ചിക്കൻ റെസിപ്പീസിൽ എനിക്ക് ഉണ്ടാക്കാനും കഴിക്കാനും വളരെ പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ് ചിക്കൻ ടിക്ക. ഇതേ റെസിപ്പി കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കബാബ്സും റെഡിയാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു 600 ഗ്രാം ചിക്കനുണ്ട്. ബോൺലെസ് പീസസ് ആണ് ഇതിന് കൂടുതൽ നന്നാവുക. ഞാനിപ്പോൾ എല്ലാ പീസസും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇനി ഇതിൽ പ്രധാനമായിട്ടും ചേർക്കേണ്ടത് ചാട്ട് മസാലയാണ്. 2 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കാം. അപ്പോഴേ നമ്മുടെ ചിക്കൻ ടിക്കയ്ക്ക് നല്ല കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ്. ഈ ക്വാണ്ടിറ്റി എല്ലാം എത്ര ചിക്കൻ ഉണ്ടോ അതനുസരിച്ച് മാറ്റം വരുത്തേണ്ടതാണ്. ഇതാദ്യം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് 2 മാരിനേഷനാണ്. ഈ ആദ്യത്തെ മാരിനേഷൻ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മുടെ സെക്കൻഡ് മാരിനേഷൻ. ഇപ്പോൾ 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്ക് അടുത്ത മാരിനേഷൻ ചെയ്യാം. ഇനി ചേർക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ്. നല്ല കട്ട തൈര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. ചിക്കനിൽ തന്നെ നല്ല വെള്ളം ഉണ്ടാവുമല്ലോ. ഇനി 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴേ ആ ഒരു സ്വാദ് കംപ്ലീറ്റ് ആവും. ഇത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ചാട്ട് മസാല ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ അല്പമൊക്കെ ഉപ്പ് ഉണ്ടാവും. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. അല്പം ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ നമ്മുടെ കുക്കിംഗ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, ഇതെല്ലാം കുക്ക് ചെയ്യാൻ നമ്മൾ വേറെ ഏതെങ്കിലും ഫ്ലേവർലെസ് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും മതി. ഇതിനി ഒരു അരമണിക്കൂറെങ്കിലും അടച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാവുമ്പോൾ ഈ ചിക്കൻ പീസസ് അതിൽ നിരത്തി വയ്ക്കാം. പെട്ടെന്ന് കുക്കായി കിട്ടും. ചെറിയ പീസസ് ആണല്ലോ. ബോൺലെസ് പീസസ് ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഏതായാലും ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കുക. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നമുക്കൊന്ന് ഇളക്കിയിടാം. പിന്നെ ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വല്ലാതെ ഹാർഡായി പോകരുത്. മീറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കണം, ഒപ്പം വെന്തിട്ടും ഉണ്ടാവണം. ഒന്നുകൂടി അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാറാവും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആകെ ഒരു 10 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തത്. കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ എണ്ണയൊന്നും ചേർക്കണമെന്നില്ല. ഇത്ര എണ്ണയൊക്കെ തന്നെ ധാരാളം മതി. ഇനി ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും. നോൺ സ്റ്റിക്ക് പാനും ആണല്ലോ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സോസിനൊപ്പം, ടൊമാറ്റോ സോസോ മയണൈസ് സോസോ ഏതിനെങ്കിലും ഒപ്പം കഴിക്കാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒരു കബാബ് ഫോമിലേക്ക് മാറ്റാം. അതെങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു സ്ക്യൂർ ഉണ്ടെങ്കിൽ അതിലേക്ക് ചിക്കൻ പീസസും അതിൻ്റെ ഒപ്പം സവാള, ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് ഇതുപോലെ കുത്തിയെടുക്കാം. അപ്പോൾ കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ടാവും. കഴിക്കാനൊരു സ്പെഷ്യൽ അട്രാക്ഷൻ തന്നെയാണിത്. ഇങ്ങനെ സ്ക്വയറിൽ കുത്തി വെച്ച ശേഷം നമുക്കിത് ഗ്യാസ് ഫ്ലെയിമിൽ കാണിച്ച് ഒന്ന് സ്മോക്ക് കൂടെ കയറ്റിയാൽ നല്ല അസൽ കബാബായി നമ്മൾ ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ കബാബിൻ്റെ അതേ രുചിയിൽ തന്നെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടെ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസ് സ്റ്റൗ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒന്ന് ഒരു അലൂമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുക. അതിൻ്റെ സ്റ്റാൻഡൊക്കെ മാറ്റിയെടുത്തിട്ട് സെൻറ്റർ പോർഷൻ മാത്രം മതി നമുക്ക്. ബാക്കിയെല്ലാം ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഓയിൽ എന്തെങ്കിലും വീണാലും
ഗ്യാസിലൊന്നും വൃത്തികേടാവില്ല. നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമായി കിട്ടും. ഇങ്ങനെ കവർ ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഇനി ഈ സ്ക്വയർ ഒന്ന് ഗ്യാസ് ഫ്ലെയിമിൽ കാണിച്ച് ഓരോ സൈഡും ഒന്ന് തിരിച്ചു കൊടുക്കുക. മൊത്തത്തിലൊരു 1 മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടുകയും ചെയ്യും, നല്ലൊരു ലുക്കും ആയിരിക്കും. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബ്സ് നമുക്ക് ഇങ്ങനെ തന്നെ റെഡിയാക്കാം. ഒന്ന് ചെയ്തു നോക്കൂ, ഒരു വെറൈറ്റി ആവുമല്ലോ, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.